നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയും വന്നില്ലേ ശാന്തേ? ഇല്ലല്ലോ ശാരദാമ്മേ. വിഷ്ണുവേട്ടൻ വരുമെന്ന് പറഞ്ഞാൽ വരാതിരിക്കില്ല അമ്മേ. എന്നെ എല്ലാ പരീക്ഷയ്ക്കും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വിഷ്ണുവേട്ടനല്ലേ. ഈ അവസാന പരീക്ഷയ്ക്കും വിഷ്ണുവേട്ടൻ വരാതിരിക്കില്ല. വിഷമോളെ, സമയം വൈകില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ ഇറങ്ങാം. ഇവിടെ അടുത്തല്ലേ ഇന്റർവ്യൂ നടക്കുന്നത്. എന്തായാലും സമയം വൈകിക്കണ്ട. പോകുന്ന വഴിക്ക് വിഷ്ണുവേട്ടനെ ഫോൺ വിളിക്കാം. ഞാൻ എവിടാന്ന് വെച്ചാൽ വിഷ്ണുവേട്ടൻ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. ഈ പരീക്ഷയ്ക്ക് വിഷ്ണുവേട്ടൻ ഇല്ലാതെ, ആ ധൈര്യം ഇല്ലാതെ എനിക്ക് പറ്റില്ല അമ്മ. വിഷമോളെ, നീ ഒന്നും കഴിച്ചില്ലല്ലോടി. ഒരു കാലി ചായ മാത്രമല്ലേ കുടിച്ചോളൂ. ഇപ്പൊ ഒന്നും കഴിച്ചാൽ എനിക്ക് ഇറങ്ങില്ല. ആദ്യം വിഷ്ണുവേട്ടനെ കാണണം. അത് കഴിഞ്ഞേ ഉള്ളൂ ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞ മോൾ കളക്ടറാണല്ലേ? ഇല്ല ശാന്തേച്ചി, ഇന്റർവ്യൂ പാസ്സാവണം. പിന്നെ 2 വർഷം ട്രെയിനിങ്. ഷോ, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്? ബുദ്ധിയുള്ളവരെ പെട്ടെന്ന് പിടിച്ചങ്ങ് കളക്ടറാക്കിയ പോരെ. അതിനൊക്കെ അതിന്റെ ഫോർമാലിറ്റീസ് ഉണ്ട് ശാന്തേച്ചി. ട്രെയിനിങ് കഴിഞ്ഞാലും സ്വന്തം സംസ്ഥാനത്ത് പോലും നിയമനം കിട്ടണമെന്നില്ല. വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് സബ് കളക്ടറോ അസിസ്റ്റന്റ് കളക്ടറോ ആയിട്ടായിരിക്കും നിയമനം. മോളെ, ഈ അവസ്ഥയിൽ നീ അതൊക്കെ എങ്ങനെ? അവസ്ഥയ്ക്ക് എന്താ അമ്മ കുഴപ്പം? ഒരു പെണ്ണിന്റെ പൂർണ്ണതയ മാതൃത്വമെന്ന് അമ്മയല്ലേ പറയാറ്. വരാനുള്ളത് എന്തായാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. മോളെ, അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടോ മോളുടെ കൂടെ? എന്റെ മോള് കളക്ടറല്ല, അതിലും വലിയൊരു ഓഫീസറാവും. ഞാൻ ഇറങ്ങട്ടെ. പോയി ജയിച്ചു വാ മോളെ. ശാന്തേച്ചി, ശരി മോളെ. എന്താ ശാരദാമ്മേ? ഈ ഇന്റർവ്യൂവിന് ഇങ്ങനെ പോകേണ്ട കുട്ടിയാണോ ശാന്തവള്? സത്യമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു റാണിയെ പോലെ വിഷ്ണുവിന്റെ ഒപ്പം ഇറങ്ങിപ്പോണ്ട ആളല്ലേ? അതിന് പകരം ആരുമില്ലാത്തൊരു അനാഥയെ പോലെ. മനസ്സ് ചത്തതുപോലെ ശാലിനിമോൾ ഇറങ്ങിപ്പോയത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല മിടുക്കന്മാരും മിടുക്കുകളാ ഇന്റർവ്യൂവിൽ ഹാജരാവുന്നത്. ഈ അവസ്ഥയിൽ ശാലിനിമോള് ഇന്റർവ്യൂവിൽ പങ്കെടുത്താ? ഇല്ല ശാന്തേ, ആ പോയത് എന്റെ മോള് മാത്രമല്ല, ശാരദാമ്മയുടെ പ്രാർത്ഥനയും ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെയാ. അത് ഫലിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവന്തിക എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്റെ മോള് മാത്രം കുറ്റക്കാരിന്നാണോ? ഈ നിൽക്കുന്നവൻ ഞങ്ങളുടെ വീട്ടുനട വന്ന് പറഞ്ഞതാ. സേതുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി ആതിരെ പെണ്ണ് ചോദിക്കാൻ അങ്ങോട്ട് വരാന്ന്. എന്താ സന്ദീപേ, നീ പറഞ്ഞില്ലേ? എന്റെ മോളെ ഞാൻ ന്യായീകരിക്കല്ല, പക്ഷെ അവളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്റെ മോളുടെ മനസ്സിനെ വിഷമിപ്പിച്ച് അവൾക്ക് നഷ്ടപ്പെടാനുള്ളത് മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഇവൻ അനഘയെ കെട്ടാൻ തയ്യാറായി. അതെന്ത് കാരണം കൊണ്ടായാലും ഇവൻ എന്തിനാ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അപ്പൊ നിങ്ങളുടെ ഈ ചെറുക്കനെ ഞങ്ങൾ ഏത് കൂട്ടത്തിൽ കൂട്ടണം? ഞങ്ങൾ പാപങ്ങളാണെന്ന് കരുതി തലേ കയറുന്നതിന് അതിലുണ്ട് അവന്തിക്ക്. നിൽക്കുന്നു നിന്നെ ചതിച്ചവൻ. ചോദിക്കണേ അങ്ങോട്ട്, എന്തിനാ നിന്നെ ചതിച്ചതെന്ന്?
ഞങ്ങൾ ഇവളെ മര്യാദയ്ക്ക് തന്നെയാ വളർത്തിയത്. ഇവൾ ഓരോന്ന് പറഞ്ഞപ്പോ മയങ്ങി വീണെങ്കിലേ അത് നിങ്ങൾ തന്നെ ഓർത്തു നോക്കിയാ മതി എന്ത് കാരണം കൊണ്ടാന്ന്. എന്തൊക്കെ നിന്ന് ന്യായീകരിച്ചാലും ഇവനെ കുറ്റപ്പെടുത്തിയാലും വിവാഹത്തിന് മുന്നേ ഒരാളോടൊപ്പം താമസിക്കേ അതില് ഗർഭിണിയാവുകയും ചെയ്യാന്ന് പറഞ്ഞ നിങ്ങളുടെ മോളെ പതിവൃതയാണെന്നൊന്നും അല്ലല്ലോ അതിനർത്ഥം. ഇപ്പൊ തൃപ്തിയാലോടോ നിനക്ക്? എന്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ച് അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോ നിനക്ക് മതിയായോ? ഞാൻ നിന്നെ ഇവിടെ ഇട്ട് തല്ലാത്തത് നീ ചെയ്ത തെറ്റ് അതേപടി എന്റെ അനിയത്തിയും ചെയ്തുകൊണ്ടാ. ഇവൻ എന്ത് തെറ്റിയതെന്നാ നിങ്ങളൊക്കെ പറയുന്നേ? ഇവനൊരാണാ. നിങ്ങളുടെ മോളുടെ സംസാരത്തിൽ ഇവൻ വീണുപോയെന്ന് വരും. ഇവളെന്താ ബോധമില്ലാതെ നടക്കണോ? വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും മറ്റൊരാളുടെ കൂടെ പോകുന്നത് തെറ്റാണെന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലേ ഇവക്ക്? അതിന് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് എടുത്തോട് ആര് പറഞ്ഞു? സന്ദീപിന്റെ ആതിരയുടെ വിവാഹം കഴിഞ്ഞു. ഈ നിമിഷവും ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ. ഞാനാ ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്തത്. അതും സന്ദീപ് ആതിരെ ആവശ്യപ്പെട്ടിട്ട് തന്നെ. അത് സൗകര്യം പോലെ എല്ലാരോടും പറയാന്ന് കരുതിയെങ്കിലും പറ്റില്ലെന്നേ ഉള്ളൂ. നീ അപ്പൊ എന്നെ ചതിക്കായിരുന്നല്ലേ? കൊല്ല ഞാൻ നിന്നെ. നീ എന്തേ കാണിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഇരുന്ന ഇവൻ മറ്റൊരുത്തെ രഹസ്യമായി വിവാഹം കഴിച്ച് ഗർഭിണിയാക്കിയിട്ട് പിന്നെ ഞാൻ മിണ്ടാതിരിക്കണോ? നീ ഇതിനനുഭവിക്കും സന്ദീപ്, അനുഭവിക്കും. നോക്കിക്കോ. അച്ഛാ, മിണ്ടരുത് നീ. ഈ കുടുംബത്തെയും എന്നെയും ഈ നിൽക്കുന്നവരെയൊക്കെ ചതിച്ചിട്ട് വീണ്ടും നിന്ന് വർത്തമാനം പറയുന്നു. ഇവനും ഇവളും വന്നു പറഞ്ഞ ഉടൻ നീ എല്ലാം അങ്ങ് നടത്തി കൊടുക്കാൻ ഇരിക്കുവാണെങ്കിൽ പിന്നെ ഈ ഞങ്ങളൊക്കെ എന്തിനാണ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും പണിയാ ഗംഗ പെട്ടെന്ന് തീർക്കും. ഇത് പോരാ. ആ ഗംഗ 2 ദിവസം നിന്ന് ജോലി ചെയ്താലും തീരരുത്. ഇത് വൃത്തികേടാക്കാൻ ഇത്രയും പാടാണെങ്കിൽ ഇത് വൃത്തിയാക്കാൻ അവള് നല്ല പണിയെടുക്കേണ്ടി വരുമല്ലോ. എടുക്കട്ടെ, നല്ല കട്ട പണിയെടുക്കട്ടെ. ഗംഗ, ഗംഗേ. അവളിപ്പൊ പുറത്തേക്ക് പോകാൻ റെഡിയാകുമായിരിക്കും. എന്റെ മോളുടെ സന്തോഷമാണ് നീ തട്ടിയെടുത്തത്. എന്റെ മോൾക്ക് കിട്ടാത്ത സന്തോഷം നീയും അങ്ങനെ അനുഭവിക്കണ്ടടി. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നീ സന്തോഷിക്കില്ല. നിന്നെ ഞാൻ ശരിക്കും വിഷമിപ്പിക്കും. ഒരൽപ്പം പോലെ സാധാപം ഞാനതിൽ കാണിക്കില്ല. ഗംഗേ, എടി ഗംഗേ, നീ ഇതെന്തെടുക്കുക? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക?
ഞാൻ മഹിയേട്ടന്റെ മാളുവിന്റെയും കൂടി പുറത്തു പോവാൻ റെഡിയാവാൻ തുടങ്ങായിരുന്നു. ആ വീട്ടിലെ ജോലിയെല്ലാം തീർക്കാതെയാണോ കറങ്ങാൻ പോകുന്നേ? അതൊക്കെ സീമേച്ചി ചെയ്തോളില്ലേ? ആ സീമയൊക്കെ പോയിട്ട് സമയം എത്രയെന്ന് വിചാരിച്ചിട്ടാ? അവളിപ്പോ അവളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടാവും. നിനക്ക് കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഈ വീട്ടിലെ ഗൃഹനായിക നീയാ ഇപ്പൊ. അപ്പോ അടുക്കള ഒതുക്കേണ്ടതും നിന്റെ ജോലിയാ. അത് ചെയ്യാതെ അതെല്ലാം ബാക്കിയുള്ളവർ ചെയ്തോട്ടെ എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അത് ചെയ്ത് തീർത്തിട്ട് നീ എവിടാന്ന് വെച്ചാ പോയാ മതി കേട്ടോ. ഇടി നിന്ന് കണ്ണു മിഴിക്കാതെ പോയി ജോലി തീർക്കാൻ നോക്കടി. എന്റെ ശ്രീമഹേശ്വര, ഇന്ന് രാത്രി വരെ ചെയ്താലും ഈ ജോലികളൊന്നും തീരില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും ഗംഗയ്ക്ക് അങ്ങനെ ഒരു ലോക്കിട്ടത് നന്നായി. മഹിക്ക് ആപത്ത് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവള് ശരിക്കും ഭയക്കും. മഹിക്ക് ഒന്നും പറ്റാതെ നോക്കേണ്ടത് അവളുടെ കടമയാണെന്ന് അവൾക്കറിയാം. പിന്നെ മഹിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവൾ ഇവിടെ നിന്ന് പുറത്താകുമെന്നും അവൾക്കറിയാം. അക്കാര്യത്തിൽ എനിക്കത്ര ഉറപ്പൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ബുദ്ധി ആ ഗംഗയ്ക്കുണ്ട്. പല അവസരങ്ങളിലായി അവളത് തെളിയിച്ചതുവാ. ഇപ്പൊ സംഭവിച്ചതെല്ലാം ഗംഗയും മുത്തശ്ശിയും കൂടെ പ്ലാൻ ചെയ്ത് നമ്മളെ മണ്ടരാക്കിയതാണെങ്കിലോ? മഹിയേട്ടന്റെ സ്വത്തുക്കള് സ്വന്തമാക്കാൻ അവർ നടത്തിയ നാടകമാണെങ്കിലോ? അങ്ങനെയായിരിക്കാൻ സാധ്യതയില്ല. ജാനകിയമ്മ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവരൊരിക്കലും മണ്ഡപത്തിൽ വെച്ച് മഹിയോട് അങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു. അതവരുടെ വലിയ കള്ളത്തരമാണെങ്കിലോ? നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാനാണ് ജാനകിയമ്മ അങ്ങനെ ഒരു നാടകം കളിച്ചതെങ്കിലോ? അവരെന്ത് നാടകം കളിച്ചതാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടിയല്ലല്ലോ ജോലിസിന്റെ അടുത്ത് കൊണ്ടുപോയതും ഇത്രയൊക്കെ പറഞ്ഞൊപ്പിച്ചതും. അതുകൊണ്ട് മാത്രം ആയില്ല ആന്റി. ഗംഗ ഇനിയും വിശ്വസിച്ച നമ്മൾ ഇനിയും മണ്ടരായി പോവും. പലപ്പോഴും അവളെ വില കുറച്ച് കണ്ടതുകൊണ്ടാ നമ്മളിപ്പോ ഈ അവസ്ഥയിലെത്തിയത്. ഇനി അത് സംഭവിക്കരുത്. നമ്മുടെ നോട്ടക്കുറവുകൊണ്ട് അവരൊരിക്കലും ഒന്നിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഗംഗയുടെ നിഴല് പോലെ ഞാൻ കൂടെ ഉണ്ടാവും. 3 മാസം അവരൊന്നിച്ച് കഴിയരുതെന്നല്ലേ ജോത്സ്യം പറഞ്ഞേ? അതെ. അതിനു മുമ്പ് രണ്ടുപേരെയും തമ്മിൽ പിരിക്കണം. അതിനുവേണ്ടി 3 മാസത്തെ മുഹൂർത്തം ഒന്നും നോക്കണ്ട. നാളെ എങ്കിൽ നാളെ തന്നെ അവൾ ഇവിടുന്ന് കെട്ടുകെട്ടിക്കേണ്ട വഴി നോക്കണം. അതെ, ഗംഗ ഇവിടുന്ന് പടിയിറങ്ങിയാലേ എന്റെ മോൾക്കൊരു ജീവിതമുള്ളൂ. അവൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടത് എന്താന്ന് വെച്ചാ ഉടനെ ചെയ്യണം. അതിനുവേണ്ട എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. പക്ഷേ മഹിക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അത് ശരിയാ. മഹിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ നമ്മൾ ചെയ്തതെല്ലാം വെറുതെയാവും. അവന് അത്രയ്ക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താലികെട്ടിന്റെ സമയത്ത് അവൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തത്. എത്ര പ്രതീക്ഷയോടെയാ ഞാൻ ഇത്തവണ മണ്ഡപത്തിൽ കയറി ഇരുന്നതെന്നറിയോ? ഗൗരിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇത്തവണ കല്യാണം നടക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. എന്നിട്ടും താലി കെട്ടുന്നതിന് തൊട്ടു മുമ്പ് മഹിയേട്ടൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല സംഭവിച്ചത്. അതുകൊണ്ട് ഇനി അതോർത്ത് ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മളെ കൊണ്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് നോക്കാം.
നോക്കിയ പോരെ നാത്തൂനെ. അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിക്കണം. എന്നിട്ട് മഹിയുടെ ഭാര്യയായി എന്റെ മകൾ ഈ വീട്ടിലുണ്ടാവണം. അതിന് വേണ്ടതെല്ലാം നമ്മൾ ഇന്നു മുതൽ ചെയ്യും. എത്രയും പെട്ടെന്ന് ഗംഗയെ നമ്മൾ ഇവിടുന്ന് കെട്ടുകിട്ടിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വെളുക്കുന്നത് വരെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അയ്യോ, എന്താ അമ്മേ, സുഖമില്ലാതായോ? എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നേ? അതല്ല മോളെ, നീ അനുഭവിക്കുന്ന വേദന അതോർത്തിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എല്ലാം അമ്മയുടെ വെറും തോന്നല. എനിക്ക് ഒരു വിഷമവുമില്ല. അല്ല, നീ മനസ്സിൽ വിഷമമെല്ലാം ഒതുക്കി വെച്ച് മറ്റുള്ളവരുടെ മുൻപിൽ സന്തോഷം ഭാവിക്കുക. അല്ലമ്മേ, എനിക്കിപ്പോ ശരിക്കും സന്തോഷ. എന്റെ നഷ്ടപ്പെട്ട ഓർമ്മകള് തിരിച്ചു കിട്ടിയല്ലോ. അത് മാത്രമല്ല, ചേച്ചി അദ്ദേഹവും എന്നെ ഒരാളെ കരുതിയ ശാന്തിമുഹൂർത്തം വരെ മാറ്റിവെച്ചത്. അത് കുടുംബത്തിലെ എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് നടത്താൻ പറ്റിയില്ലേ? ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടുമായിരുന്നില്ല. ഇനി അദ്ദേഹവും ചേച്ചിയും ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അത് തന്നെയാ എന്റെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ എന്റെ അമ്മുവിന്റെ ജീവിതം, അതിനിപ്പോ എന്താ പറ്റിയത്? ഞാനിവിടെ എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? എന്തോ എനിക്ക് വല്ലാത്ത കുറ്റബോധം പോലെ. അതാ ഞാൻ രാവിലെ തന്നെ നിന്നെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്ന്. കുറ്റബോധോ? അതെന്തിനാ? ഇന്നലെ ആ ശാന്തി മുഹൂർത്തത്തിൽ സഞ്ജുവിന്റെ റൂമിൽ സ്വാതിക്ക് പകരം ഉണ്ടാകേണ്ടിയിരുന്നത് എന്റെ അമ്മുവോ? എന്റെ ലച്ചുവിന്റെ കഴുത്തില എന്റെ മോൻ ആദ്യം താലി കെട്ടിയത്. എന്റെ മനസ്സിലിപ്പോഴും എന്റെ മരുമകളെ നീയ. അങ്ങനെയല്ലെന്ന് എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു. പക്ഷെ കഴിയുന്നില്ല. അപ്പോ ശ്രീദേവിക്ക് മുന്നേ ഈ സത്യം അറിയായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ അഭിനയിച്ചതാ. അമ്മേ, ഞാൻ പലതവണ പറഞ്ഞതല്ലേ, എന്റെയും അദ്ദേഹത്തിന്റെയും മനസ്സിൽ അങ്ങനൊരു ചിന്തയില്ലെന്ന്. ഞാൻ ആത്മാർത്ഥതയോടെ ചേച്ചി അദ്ദേഹത്തിനെ ഒന്നിപ്പിച്ചത്. അത് നിന്റെ മനസ്സിന്റെ നന്മയാ. പക്ഷെ എനിക്ക് എന്റെ മോളോട് എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത പോലെ തോന്നുക. എന്റെ മോള് മുന്നിൽ നിൽക്കുമ്പോ എനിക്കെന്തോ എന്റെ തല കുനിഞ്ഞു പോവാ. എന്റെ ഈശ്വരന്മാരെ, ഇനി എങ്ങനെ ഇതെല്ലാം ഒന്ന് പരിഹരിക്കുക? അമ്മേ, അമ്മ വെറുതെ ഓരോന്നോർത്ത് വിഷമിക്ക. അല്ല മോളെ, അതങ്ങനെയല്ല. ഞാനും കൂടി ചേർത്ത് എന്റെ മോളോട് പൊറുക്കാനാവാത്ത തെറ്റാ ചെയ്ത്. അമ്മ വന്നേ, നമുക്ക് പോവാം. വാ വാ അമ്മേ. ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ശ്രീദേവിയുടെ മനസ്സിൽ ഇപ്പോഴും അതൊക്കെയാണ് മോഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നലെ രാത്രി മനസ്സ് തുറന്ന് അവളോട് സംസാരിച്ചോ? സംസാരമൊന്നും ഉണ്ടായില്ല. അമ്മ ഇറങ്ങി വന്നില്ല അല്ലേ? എന്റെ വാക്ക് തള്ളിക്കളയാൻ അവൾക്ക് എങ്ങനെ തോന്നി? അമ്മ പോവില്ലെന്ന് സഞ്ജു പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. സോറി ഗോവിന്ദ്.
ലച്ചു വരാതിരുന്നില്ല. സ്വാതി പറഞ്ഞ സമയത്ത് തന്നെ അവൾ താഴെ വന്നു. പിന്നെന്താ സംസാരിക്കാതിരുന്ന? ഇതിപ്പോ സച്ചിയുടെ അവസ്ഥയായല്ലോ ഗോവിന്ദനും. പറയാനുള്ളത് ആരുടെ മുമ്പിലാണെങ്കിലും എന്തിനാ ഗോവിന്ദ് പറയാൻ മടിക്കുന്നത്? സ്വാതി ഞങ്ങളെ കുറ്റപ്പെടുത്താതെ സംസാരിക്കാൻ ഒരു അവസരം ഒത്തുവരണ്ടേ? ആരുടെയെങ്കിലും ഇടപെടലുണ്ടായോ? ഇടപെടലുണ്ടായി. ഈ വീട്ടിലുള്ളവരുടെ അല്ല, പുറത്തുനിന്നും വന്നവരുടെ. ഗോവിന്ദ് ഒന്ന് വ്യക്തമാക്കി പറ. സഞ്ജു, ആരേതൊക്കെ ചെയ്യിക്കുന്നേ? നമ്മുടെ ശത്രുക്കൾ ആരാണെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതല്ലേ? ദൈവമേ, അമ്മോനെന്തെങ്കിലും പറ്റിയെങ്കിലോ? ഗോവിന്ദ് എന്താ ഞങ്ങൾ ഇതൊന്നും അറിയിക്കാതിരുന്നത്? വന്നവരെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്ത് വിട്ടു. അവരോടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോ നിങ്ങളെ കൂടെ ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് ഞാൻ കരുതി. അമ്മോ ഇപ്പൊ എല്ലാവരുടെയും കണ്ണിലും കരടായിട്ടുള്ളത്. ഇത് ദക്ഷയെ കൂട്ടുപിടിച്ച് കവിത എളയമ ചെയ്തത് തന്നെയാ. സഞ്ജു, ഇതിങ്ങനെ വിടാൻ പാടില്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. സംശയമുള്ളവരുടെ പേര് പറയാൻ പറഞ്ഞ സ്വാതി കവിത എളമയുടെ പേര് പറയൂ. തെളിവില്ലാതെ പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സംസാരിക്കേ, ഇതൊന്നും പ്രഭേങ്ങളോട് പറയണ്ട. പേടിക്കേണ്ടത് ലച്ചുവല്ല. അവര് വന്നത് സഞ്ജുവിനെ ലക്ഷ്യം വെച്ച. എന്നെയോ? അതെ, ഞങ്ങളെ യാദൃശ്ചികമായി കണ്ടപ്പോഴാ കടന്നാക്രമണം ഉണ്ടായത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ ശേഖറിനെ കൊന്നില്ലെങ്കിൽ അവന്റെ കയ്യിലെ തോക്ക് നീ പിടിച്ചു വാങ്ങി നീ ശേഖറിനെ വെടിവെച്ച് കൊല്ലണം. ഞാനോ? അതെ, നീ തന്നെ അത് ചെയ്യണം. വിശാലിന്റെ തോക്കുകൊണ്ട് നീ ശേഖറിനെ വെടിവെച്ച് കൊന്നാൽ ആ കുറ്റം, ആ കൊലപാതക കുറ്റം നമുക്ക് വിശാലിന്റെ തലയിൽ കെട്ടിവെക്കാം. എന്താ പ്രതാപ, അതല്ലേ ബുദ്ധി? അപ്പോ ഒരു വെടിക്ക് 2 പക്ഷി ക്ലോസ്. ചേച്ചി, ഇത് നല്ല ബുദ്ധി തന്നെ. ഒരു വെടിക്കേ 2 പക്ഷികളല്ല, 3 പക്ഷികളാ വീഴാൻ പോകുന്നേ. 3 പക്ഷിയോ? ഏതാ മൂന്നാമത്തെ ഒരു പക്ഷി? ഒന്നും അറിയാത്ത പോലെ. ഞാൻ തന്നെയാ 3ാമത്തെ പക്ഷി. മനസ്സിലായില്ലേ? പ്രതാപ, എനിക്ക് നീ പറയുന്നത് മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല? ഓഫ് ചേച്ചി, വിശാല് ശേഖറിനെ വെടിവെക്കാൻ മടിച്ചു നിൽക്കുമ്പോ ഞാൻ ആ തോക്ക് വാങ്ങി ശേഖറിനെ വെടിവെച്ചാൽ വിശാൽ വെറുതെ കണ്ടോണ്ട് നിൽക്കുവോ? ചത്ത് നിലത്ത് വീണില്ലെങ്കിൽ ശേഖരൻ വെറുതെ നിൽക്കുവോ? അവരാരെങ്കിലും എന്റെന്ന് തോക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് എന്നെ വെടിവെച്ചാലോ? പ്രതാപ, നിന്റെ ഉന്നം പിഴയ്ക്കരുത്. വിശാലിൽ നിന്നും ആ തോക്ക് പിടിച്ചു വാങ്ങിയാൽ
നീ ശേഖരനെ വെടിവെച്ചിരിക്കണം. അത് കൃത്യമായി ശേഖരന്റെ നെഞ്ചത്ത് തറച്ച് അവൻ വീണിരിക്കണം. അതിന് നിനക്ക് സാധിക്കോ? അതിന് സാധിച്ചാൽ നീ സേഫാണ്. പിന്നെ ആർക്കും നിന്നെ വെടിവെച്ചു കൊല്ലാൻ പറ്റില്ല. അതിൽ ചേച്ചിക്ക് എന്താ എത്ര ഉറപ്പ്? ഉറപ്പുണ്ട് പ്രതാപ. ശേഖരൻ വെടിയേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ തോക്കിൽ വേറെ ബുള്ളറ്റ് ഉണ്ടാവില്ല. വിശാലിന്റെ കയ്യിലുള്ള ആ തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് ഒഴികെ ബാക്കി എല്ലാ ബുള്ളറ്റുകളും ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. പ്രതാപ, നിനക്ക് ദ്രോഹം വരുന്ന എന്തെങ്കിലും പ്രവൃത്തി ഈ ചേച്ചി നിന്നെ ഏൽപ്പിക്കൂ? എടാ, നീയൊന്ന് ധൈര്യമായിട്ടിരിക്കെ. നിനക്ക് ഒരാപത്തും വരില്ല. എന്താ പ്രതാപ, നിന്റെ ചേച്ചിക്ക് വേണ്ടിട്ട് നീ ഇത് ചെയ്യില്ലേ? ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ. ഹലോ ചേച്ചി. എന്താടാ, അവിടെ വിശാൽ വന്നോ? ചേച്ചി ഇതുവരെ വന്നിട്ടില്ല. അയാളോ? ആ ശേഖരമേനോ? അയാൾ അവിടെ ഉണ്ടോ? അയാളുണ്ടോ? എടാ, അയാൾ തനിച്ചാണോടാ? അതെ, ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ കയ്യിലൊരു ബാഗുണ്ട്. അതയാള് വളരെ സേഫായിട്ടാ വെച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം അതിൽ വിശാലിനെ കാണിക്കേണ്ട തെളിവുകളായിരിക്കും. പ്രതാപ, പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് ചേച്ചി. എടാ, ഒരു കാരണവശാലും പാളി പോവരുത്. ശേഖരമേനോൻ വിശാലിനോട് സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന് മുൻപ് അയാളെ തട്ടിയിരിക്കണം. അത് നടന്നിരിക്കും ചേച്ചി. ഇല്ലെങ്കിൽ ഇനിയുള്ള എന്റെ 16 വർഷത്തെ ജീവിതം ജയിലിനകത്ത് നശിച്ചു പോവും. ആ ടെൻഷനൊന്നും വേണ്ട ചേച്ചിക്ക്. ഇന്ന് ശേഖരന്റെ മരണവാർത്ത ചേച്ചിയുടെ ചെവിയിൽ എത്തിയിരിക്കും. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ശേഖരമേനോൻ ജീവനോടെ ഈ ഭൂമിയിലുണ്ടാവൂ. ചേച്ചി ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. ഓക്കേടാ. ഹലോ പ്രഭാവതി മാഡം, പറയണം. ഇൻസ്പെക്ടർ, ഞാനിപ്പോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 10 ലക്ഷം രൂപ ക്രെഡിറ്റ് ചെയ്യും. 10 ലക്ഷോ? അതെ,
10 ലക്ഷം തന്നെ. അപ്പോ എന്തോ കനപ്പെട്ട കേസ് കെട്ടാണല്ലോ മാഡം. അതെ, ഒരു മർഡർ ആണ്. മർഡറോ? അതെ, പറയാം. അപ്പൊ പറഞ്ഞത് ഓക്കെ ആണല്ലോ? കാര്യം സക്സസ് ആവുമല്ലോ? ഡൺ. മാഡത്തിന്റെ ആവശ്യം നടത്തിയിരിക്കും. എന്നാ ശരി. സമാധാനിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താമേ? ചായ. ഇതാരാ? എന്റെ ഭർത്താവാ. ഈ ബന്ധം നടക്കില്ല. ആദി, പോവാ. എന്താ എന്താ കാര്യം? നീ വരുന്നുണ്ടോ? അമ്മ കാര്യം പറ. ഇറങ്ങടാ. വരാനാ പറഞ്ഞേ. എന്താ കാര്യം പറ. അമ്മേ അമ്മേ അമ്മ നിന്നേ. എന്താ കാര്യം പറ. വണ്ടി എടുക്കടാ. ഇതേ ചൊല്ലി അരുണും അമ്മയും നല്ല വഴക്ക് നടന്നു. അരുണേ, ഇത് എന്ത് കണ്ടിട്ടാടാ? ആ അഭിരാമിയൊക്കെ വളരെ പുവറായ ചുറ്റുപാടിന്ന് വരുന്നതാ. പിന്നെ റിലേറ്റീവ്സ് ആണെങ്കിൽ അങ്ങനെ. എന്തിന്? ശരിക്കും നല്ലൊരു വീടെങ്കിലും ഉണ്ടോ? ഒരുമാതിരി വല്ലാത്തൊരു സിറ്റുവേഷൻ. അരുണേ, നീ ഒരു നിമിഷമെങ്കിലും നിന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നിന്റെ കുടുംബം, സ്റ്റാറ്റസ്, അതൊക്കെ പോട്ടെ, നിന്റെ കരിയർ. ഈ അഭിരാമിയെ നീ വിവാഹം കഴിച്ചാലേ നിന്റെ ഭാവി എന്താവൂടാ? ഇംഗ്ലണ്ടിലെ പഠനം, അതൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് അഭിരാമി ഇഷ്ടമാണ്. അവക്ക് എന്നെ, അത് മതി. അരുണേ, എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല. ഈ ബന്ധം ഞാൻ സമ്മതിക്കില്ല. അതെന്താ? അവര് പാവങ്ങളായതുകൊണ്ടാണോ? ഞാൻ വിവാഹം കഴിക്കുമ്പോ അഭിരാമിയുടെ സ്റ്റാറ്റസ് മാറുമല്ലോ. പിന്നെന്താ പ്രോബ്ലം? ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞ് നീ വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. ഇത് അമ്മയും ആദ്യേട്ടനും കൂടിയുള്ള വേറെന്തോ പ്ലാനിങ്ങാ. എടാ അരുണ, ഞാൻ ആദി, നീ മിണ്ടാതിരിക്കെ. ഞാനാ പറയുന്നേ, ഈ വിവാഹം നടക്കില്ല. ആരെതിർത്താലും ഈ വിവാഹം നടക്കൂ. അമ്മയുടെ അതേ വാശി മകനായ എനിക്കുമുണ്ട്. എന്നാ നമുക്ക് കാണാം. ആ കാണാം. അരുണേ, നീ വെറുതെ അമ്മയോട് തർക്കിക്കാൻ നിൽക്കണ്ട. അമ്മ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തക്ക കാരണം ഉണ്ടാവും. എന്താണ് ആ തക്ക കാരണം? അത് പറയേ. ഞാൻ എന്റെ തീരുമാനം പറയാം. നാളെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോവാം. അതിനു മുമ്പ് ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അഭിരാമിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. അതെ ഏട്ടാ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഭിരാമിയുടെ കഴുത്തിൽ അരുൺ മിന്നികെട്ടിയ വിവരം അറിഞ്ഞ് അമ്മ ശരിക്കും പൊട്ടിത്തെറിച്ചു. പിന്നെ ഇമോഷണലായിട്ട് കുറെ കരഞ്ഞു. അഭിരാമിയുടെ വീട്ടിൽ ആ ഫോട്ടോ കണ്ടത് മുതലാണല്ലോ അമ്മ ഈ വിവാഹം എതിർക്കാൻ തുടങ്ങിയത്. ആ ഫോട്ടോ അതാരാണ്, എന്താണ്, കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. അമ്മേ, എല്ലാം ഞാൻ അന്വേഷിച്ചു. സത്യത്തിൽ ആ ഫോട്ടോയിൽ കണ്ട ആള് അഭിരാമിയുടെ അച്ഛനല്ല, രണ്ടാനച്ഛനാ. അഭിരാമിയുടെ അച്ഛൻ മരിച്ച ശേഷം അവളുടെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചത് അയാളാ. മാത്രമല്ല വളരെ ദുഷ്ടനായ ഒരു മനുഷ്യനായ അയാള്. അഭിരാമിയെ നിരന്തരം അയാൾ ശല്യം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അയാളെ ഭയന്ന അഭിരാമി അവിടെ കഴിയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഭിരാമിക്ക് അരുൺ ഒരു ആശ്വാസമാണ്. ശരിക്കും വളരെ നല്ല സ്നേഹമുള്ള കുട്ടി അഭിരാമി. അതെ, നീ വാ, വണ്ടി എടുക്ക്. ഇപ്പൊ തന്നെ നമുക്ക് അഭിരാമിയെ കാണണം. അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാൻ ഒന്നുമില്ല. അഭിരാമി അയാളിൽ നിന്ന്, ആ രണ്ടാനച്ഛനിൽ നിന്ന് നമുക്ക് രക്ഷിക്കണം. അവിടെ ആ വീട്ടിൽ നിൽക്കാൻ അവക്ക് ബുദ്ധിമുട്ടല്ലേ? നമുക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അരുൺ അവളെ താലി കെട്ടിയതല്ലേ, അപ്പോ ആ അവകാശം എനിക്കുണ്ട്. നമുക്ക് അരുണിനെ പിന്നെ വിവരം അറിയിച്ചാൽ മതി. ആദിവാ, നമുക്കിപ്പൊ തന്നെ അഭിരാമിയുടെ വീട്ടിൽ പോവാം. അമ്മേ, ഇത് രാത്രിയാ, രാവിലെ ആവട്ടെ. ഓ ശരിയാ, രാത്രിയാ, അന്യ വീടും. വേണ്ട, നാളെ നേരം വെളുക്കട്ടെ, നമുക്ക് പോവാം. ആ, അഭിരാമിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അത് നല്ല കാര്യം അമ്മേ, നമുക്ക് പോവാം. ഈശ്വര, എനിക്കിപ്പോഴും ആശ്വാസമായേ. പാവ അരുൺ, അവനെ ഞാൻ വേദനിപ്പിച്ചു. അല്ല അമ്മ, ആദ്യം എന്താ ഈ ബന്ധം എതിർത്തത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഭിരാമിയുടെ ആ രണ്ടാനച്ഛന അമ്മയ്ക്ക് പ്രശ്നം. ആരായാള്? അമ്മ ആരായാള്? ആ ആളാണ് അഭിരാമിയുടെ അച്ഛനെന്ന് അറിഞ്ഞപ്പോ അമ്മ എതിർത്തെന്തിനാ? അമ്മേ പറ, ആരായാള്? എന്താ കാര്യം? അമ്മേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭാവി അറിയുന്ന ആളല്ലേ ഈശ്വരിയമ്മ? പ്രവചനവരം കിട്ടിയവർ ആണോ? അറിയില്ല. എന്തോ മനസ്സിൽ തോന്നുന്നു, അത് പറയുന്നു, അത്ര തന്നെ. അതുതന്നെയാണ് പ്രവചനശക്തിയും. ഈശ്വരിയമ്മ പറയേ, എന്താകും ഇതിന്റെയൊക്കെ പര്യവസാനം? ശുഭമാണോ ശാപമാണോ സംഭവിക്കാൻ പോകുന്നത്? പറയ് ഈശ്വരിയമ്മേ, എന്റെ മരണമാണോ അവസാനം? എന്താണെങ്കിലും തുറന്നു പറയൂ, കേട്ട് തയ്യാറാവാനാ.
വരാനിരിക്കുന്നത് ഒരു സംഭവമല്ല, സംഭവ പരമ്പരകളാ. അത് നീ ഒരാളുടെ മാത്രം തലവര നിശ്ചയിക്കുകയോ ജീവിതഗതി മാറ്റുകയോ ചെയ്യുന്ന വിധത്തിൽ ചുരുക്കപ്പെട്ട് കിടക്കുകയല്ല. ആകാശത്തിന് കീഴിൽ വിശാലമായ പരവതാനി വിരിക്കുന്നത് പോലെയാണ്. അതിന് കീഴിൽ ആരൊക്കെ വരാം, എത്ര പേർ ഉണ്ടാവൂ എന്നൊന്നും കൃത്യമായി ഇപ്പോഴേ പറയുക അസാധ്യം. പക്ഷേ ഒന്നു മാത്രം പറയാം, നീ ഭാഗവാക്കാകാൻ പോകുന്ന ഈ ചടങ്ങ് ഒരു ദേശത്തിന്റെ മുഴുവൻ തലക്കുറി വരയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെയോ ഒന്നിലധികം വ്യക്തികളെയോ കണക്കിലെടുക്കുക സാധ്യമല്ലെന്നർത്ഥം. മറിച്ച് ഇനി മുതൽ തൃപ്പങ്ങോട്ട് ദേശം രാധയ്ക്ക് മുൻപെന്നും രാധയ്ക്ക് ശേഷമെന്നും അടയാളപ്പെടുത്താൻ പോവുകയാണെന്ന് പറയാം നമുക്ക്. ആ അടയാളപ്പെടുത്തൽ നിന്റെ ജയം കൊണ്ടാണോ മരണം കൊണ്ടാണോ സംഭവിക്കുക എന്നത് മാത്രമേ ഇനി നിശ്ചയിക്കേണ്ടതുള്ളൂ. രണ്ടിലേതായാലും ഞാൻ തയ്യാറാണ് ഈശ്വരിയമ്മേ. ഞാൻ സ്വയം ബലിയാകാം. പക്ഷേ എനിക്ക് വേണ്ടി മറ്റുള്ളവർ ബലിയാക്കപ്പെടരുത്. അതാണ് എന്റെ സത്യപ്രതിജ്ഞയും. രാധ ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായി. എല്ലാവരും സുരക്ഷിതരാണ്. പക്ഷേ പ്രസാദ് മാത്രം ഇതുവരെ വന്നിട്ടില്ല. എത്ര അന്വേഷിച്ചിട്ടും എവിടെയാണെന്ന് ഒരു ഊഹവും കിട്ടിയിട്ടില്ല ഇതുവരെ. അതേക്കുറിച്ചോർത്ത് ആരും വ്യാകുലപ്പെടണ്ട. വക്കീല് പറഞ്ഞ എനിക്കറിയാം പ്രസാദിനെ. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ജാതിയാ അവൻ. ഒരു കാരാഗൃഹ മതിലിനും അവനെ ബന്ധിക്കാൻ പറ്റില്ല. സമയമാകുമ്പോ ആള് പുറത്തു വരിക തന്നെ ചെയ്യും. നിനക്ക് വിശ്വസിക്കാം. അമ്മേ മഹാമായേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാമ്പിന്റെ കുഞ്ഞ് പാമ്പ് തന്നെയാ. ഇന്ന് വെറുതെ വിട്ടാൽ നാളെ വളർന്ന് പത്തി വിടർത്തും. അതുകൊണ്ട് അയ്യോ, അവനെ കൊല്ലുവോ? ഞാൻ കരുതിയത്. താനൊന്നും കരുതണ്ട. അവന്റെ പേര് അച്യുതെന്ന. രാധയുടെയും പ്രസാദിന്റെയും മകൻ അച്യുത്. അല്ലാതെ ഈ കോട്ടയ്ക്കൽ മേഘനാഥന്റെ മകൻ കാശിനാഥൻ എന്നല്ല. മനസ്സിലായോ തനിക്ക്? സാർ, അപ്പൊ എന്റെ നിഗമനം ശരിയാണ്. ഇപ്പോഴും അവൾ ആ വക്കീലിന്റെ കസ്റ്റഡിയിൽ തന്നെയാ, അവന്റെ തറവാട്ട് വീട്ടിൽ. വക്കീല് ബുദ്ധിമാനാ. മുഹൂർത്തം നോക്കി കൃത്യസമയത്തെ രാധയെ ശ്രീമൂല സ്ഥാനത്തേക്ക് കൊണ്ടുവരൂ. അവിടെ അവൾ ആൾക്കൂട്ടത്തിനകത്തായാലേ സാർ അവിടെ വെച്ച് അവളൊന്നും ചെയ്യൂലെന്ന് അവനറിയാം. കറക്റ്റ്. പക്ഷേ അവനേക്കാൾ ബുദ്ധിമാനായിരുന്നു അവന്റെ അച്ഛൻ വലിയ വക്കീൽ പത്മനാഭൻ. അയാളുടെ അവസാനം എങ്ങനെയാണെന്ന് മണിച്ചൻ അറിയാമോ? എന്റെ ഈ കൈകൊണ്ട്, ഇതേ കൈകൊണ്ട് ഇവന് ഞാൻ വിധിക്കുന്നത് അതിനേക്കാളും വലിയ ദുർവിധിയായിരിക്കും. ദാ ഇവരെ കൊണ്ട് ഇനി നിങ്ങളുടെ അവസരമാ. വേണമെങ്കിൽ കൂടുതൽ ആൾക്കാരെ വിളിച്ചോ. എത്രയാ വേണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞാൽ മതി. ആ, പറയാം. രാധയും വക്കീലിനെ ഒളിച്ച് താമസിപ്പിക്കാൻ
ഏറ്റവും സാധ്യതയുള്ള സ്ഥലം അയാളുടെ തറവാട് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശ്രീമൂലസ്ഥാനത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രവുമായി അടുത്തു നിൽക്കുന്ന സ്ഥലം അതാണ്. ക്ഷേത്രത്തിന്റെ പിന്നിലായുള്ള പറമ്പും വക്കീലിന്റെ വക തന്നെയാണ്. രാധയെ ഏറ്റവും സുരക്ഷിതമായി ശ്രീമൂലസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഇത്രയും സൗകര്യമുള്ള മറ്റൊരു സ്ഥലം ഇല്ലവിടെ. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിന്റെ പിൻവശം കേന്ദ്രീകരിച്ച് ജാഗ്രതയോടെ നിൽക്കണം. എപ്പോൾ വേണമെങ്കിലും വക്കീൽ രാധയുമായി അതുവഴി വരാം. പിൻവശം വഴി ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് പ്രവേശിക്കാനാണ് സാധ്യതയെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായി സാർ. ഒരു കാരണവശാലും രാധ ശ്രീമൂലസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയോ ചടങ്ങുകൾ നടത്തുകയോ ചെയ്യരുത്. അതിനുവേണ്ടി ഏതറ്റം വരെയും നിങ്ങൾക്ക് പോകാം, എന്തും ചെയ്യാം നിങ്ങൾക്ക്, മനുഷ്യക്കുരുതി വരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജന്മം മുഴുവൻ എനിക്ക് സന്തോഷിക്കാനുള്ള സമ്മാനം തന്ന ആള് ജയേട്ടൻ. അങ്ങനെനിക്ക് വലിയ ദാനമായി തന്ന നിധിയ മീനാക്ഷി. പ്രസവിച്ചത് മാധുരിയാണെങ്കിലും അവളുടെ അമ്മ ഞാന്. ഇപ്പൊ അവളുടെ അമ്മയായി ഞാനും അവളെ ജനിപ്പിച്ച അച്ഛനും രണ്ട് തീരത്താണെങ്കിലും അങ്ങയുടെ അനുവാദം ഇല്ലാതെ മീനാക്ഷിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കില്ല. ഇപ്പൊ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ജയേട്ടന്റെ അമ്മയും അച്ഛനും കൂടിയാ എന്റെ അറിവോടെ. മീനാക്ഷി ദേവിയുടെ മകളായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. സമയം തീരും മുമ്പ് പറയാനുള്ള കാര്യം പറയട്ടെ. പറയൂ. വരുന്ന സെപ്റ്റംബർ 10-ാം തീയതി രാവിലെ 9:30-ക്കും 10:30-ക്കും ഉള്ള ശുഭമുഹൂർത്തത്തിൽ എന്റെ മകൾ മീനാക്ഷിയുടെ കല്യാണമാണ്. വരൻ ചെമ്പകമംഗലത്ത് ജഗദീഷിന്റെ അളിയൻ വൈശാഖ്. കല്യാണത്തിനും തുടർന്നുള്ള ചടങ്ങുകൾക്കും ഞാൻ ഔദ്യോഗികമായും അങ്ങേ ക്ഷണിക്കുന്നു. അങ്ങ് വരണം, എന്റെ പൊന്നുമോളെ അനുഗ്രഹിക്കണം. ഇങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് കാലമാണ്. അങ്ങ് ക്ഷമിക്കണം. ദേവി, അത് ശരി, രണ്ടുപേരും കരയായിരുന്നു. അങ്കിൾ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയാതെ? ദൈവം എന്നോ മനഃപൂർവ്വം വേർപെടുത്തിയ നിങ്ങളുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു ശുഭകാര്യം നടക്കാൻ പോവുക. സന്തോഷിക്കേണ്ട സമയത്ത് കരയുന്നത് ശരിയല്ല. അങ്കിളിന് കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ അനുവാദങ്ങളും ഞാൻ ജയിൽ അധികൃതരെ കൊണ്ട് ശരിയാക്കുന്നുണ്ട്. പെർമിഷൻ ഉറപ്പായിട്ടും കിട്ടും. അപ്പോ
ഒരിക്കൽ കൂടി മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. വരുന്ന സെപ്റ്റംബർ 10-നാണ് മീനാക്ഷിയുടെ കല്യാണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തെ. ഇന്നലെ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ അതെ, ഞാൻ തിരിച്ചു വിളിക്കാവേ. കാര്യങ്ങളെല്ലാം അതിന്റെ ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അവനൊന്ന് ഫോൺ ചെയ്ത് കളിക്കുന്നു. അല്ല, എന്താ മീനാക്ഷി നീ ഇങ്ങനെ ചൂടാവുന്നേ? എന്താ മീനാക്ഷി നീ ഇങ്ങനെ ചൂടാവുന്ന? കഴിഞ്ഞ 6 മാസം സമയം ഉണ്ടായിട്ടും നിനക്ക് നിന്റെ കാമുകിയോടൊപ്പം ഒളിച്ചോടാൻ കഴിഞ്ഞില്ലല്ലോ. ഇനിയിപ്പതേ ഇവിടെ ഹൽദിയും കല്യാണം ഒക്കെ ആയി. ഞാൻ എന്റെ വീട്ടുകാരെ കളിയാക്കാൻ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ അല്ലേ ചെയ്യുന്നേ? മീനാക്ഷി, പ്ലാനിങ്ങുകളെല്ലാം പല സ്ഥലത്തും പൊളിഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് നീണ്ടുപോയി. നിനക്ക് പല എക്സ്ക്യൂസും പറയാം, പക്ഷെ ഞാൻ എന്റെ അമ്മയും വീട്ടുകാരെയും വഞ്ചിക്കല്ലേ ചെയ്യുന്നേ? മീനാക്ഷി, നീ നാളത്തെ ഒരു ദിവസവും കൂടെ ഒന്ന് ക്ഷമിച്ചാ മതി. കല്യാണത്തിന്റെ തലേന്ന് കാശ് തരാന്നാ എന്റെ അച്ഛനോടും അമ്മയോടും മുത്തശ്ശി സമ്മതിച്ചത്. ഏത് മുത്തശ്ശി? രാജലക്ഷ്മി മുത്തശ്ശി. ആ, അത് ശരി. എംബ്രാൻഡ് വിളക്കത്ത് ഭാര്യരുടെ അത്താഴം. ചെമ്പകമംഗലത്തെ കാശുകൊണ്ട് നിന്റെ പെണ്ണുകെട്ട്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയിന്ന് കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ, അങ്ങനെയല്ല മീനാക്ഷി. ആ കാശിന്ന് ഞാനൊരു ചില്ലി പൈസ എടുക്കില്ല. ആ പണം കാശ് കണ്ടാൽ അതേൽ കമഴ്ത്ത് വീണ് കെട്ടിപ്പിടിച്ച് ചാവുന്ന എന്റെ പാരന്റ്സിന്റെ കയ്യിലോട്ട് കിട്ടിയ അവരോട് ഞാൻ വേറെ കുറെ പണം മേടിക്കും. എന്നിട്ട് അതും കൊണ്ടാണ് ഞാനും എന്റെ പെണ്ണുമായിട്ട് അങ്ങ് മുങ്ങാൻ പോകുന്നത്. ഈ കള്ളക്കഥകൾ പറഞ്ഞൊപ്പിക്കാൻ വാക്കുകൾക്ക് നീ ബുദ്ധിമുട്ടണ്ട. എന്റെ ചെമ്പകമംഗലത്തെ കാശും കൊണ്ട് മുങ്ങാനാണ് നിന്റെ പ്ലാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പാരയ്ക്ക് നിനക്കിട്ട് ഞാൻ മറുപാര വെച്ചിട്ടുണ്ട്. എന്തിനാടാ നീ ഇങ്ങനെ കിടന്ന് ഉരുളുന്നേ? എന്റെ മുത്തശ്ശി തരുന്ന പണവും കൊണ്ട് മുങ്ങാനാ നിന്റെ പദ്ധതി എന്ന് ഞാൻ എന്നേ അറിഞ്ഞിരിക്കുന്നു. അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഹൽദിക്ക് മുൻപ് നീ ഒന്ന് പോയി തന്നാ മതി, വെറുതെ എങ്ങനെയിട്ട് വലയ്ക്കാതെ. എന്തായാലും ഇത്രയും വിശാല മനസ്സ് കാണിക്കുന്ന നിന്നെ ഒരു കാരണവശാലും ഞാൻ ഉപദ്രവിക്കില്ല. മഞ്ഞൾ കല്യാണം നടക്കുന്നതിന് മുമ്പ് മുത്തശ്ശി പണം എന്റെ അച്ഛന് കൈമാറും. ആ പണം കയ്യിലോട്ട് കിട്ടിയ ആ നിമിഷം ഞാൻ എന്റെ കാമുകിയുമായിട്ട് ഒളിച്ചോടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.